കൊല്ലത്ത് തീർച്ചയായും ഒരു ഗ്ലാമർ പോര് നടന്ന ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥികൾ വന്ന ഒരു മണ്ഡലമാണ്. പ്രേമചന്ദ്രൻ്റെ ലെഗസി, പ്രേമചന്ദ്രൻ്റെ ആ ഒരു മണ്ഡലത്തിലെ സാന്നിധ്യവും അവകാശവാദവും ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ, ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന വളരെ നല്ലൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്ത നേതാവാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനെതിരെ മാറ്റുരയ്ക്കുന്നത് മുകേഷ്, കൊല്ലത്തിൻ്റെ സിറ്റിംഗ് MP കൂടിയാണ്. ഒപ്പം നടൻ കൃഷ്ണകുമാർ സസ്പെൻസോട് ഒരു സസ്പെൻസ് കാത്തുവെച്ചു. വളരെ സർപ്രൈസായി മണ്ഡലത്തിലേക്ക് വരികയാണ്. രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ഒടുവിലായി കൃഷ്ണകുമാറാണ് അവിടേക്ക് ഇറങ്ങുന്നത്. കൃഷ്ണകുമാറിനും വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് BJP പറയുന്നു. CPM-നെ സംബന്ധിച്ചോളം മണ്ഡലത്തിൽ CPM-ന്റെ ഒരു ഈറ്റില്ലമാണ്. LDF-നെ സംബന്ധിച്ചോളം കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം ഒരു ഈറ്റില്ലമാണ്. അവിടേക്കാണ് കൊല്ലം മണ്ഡലത്തിൽ ഇത്തരത്തിൽ വെന്നിക്കുറി പാടിക്കാൻ NK പ്രേമചന്ദ്രന് ആയിട്ടുള്ളത്. അത് സ്വന്തമായി NK പ്രേമചന്ദ്രൻ നേടിയെടുത്തിട്ടുള്ള ഒരു പ്രതിച്ഛായയുടെ കൂടി ഫലമാണ്. കൊല്ലത്ത് നമുക്ക് കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, അന്ന് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചർച്ച നമ്മൾ വിലയിരുത്തൽ നടത്തുമ്പോൾ കണ്ണനുമായി ഞാനൊരു ബെറ്റ് വെച്ചത് കണ്ണൻ ഓർമ്മയുണ്ടായിരിക്കും. കാരണം മുകേഷ് ഏതെങ്കിലും രീതിയിലൊരു ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്തായാലും ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുമ്പോൾ എൻ്റെ ഇംഗിതത്തിനനുസരിച്ചല്ല കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ കണക്കുകൂട്ടലുകൾ, അവിടെയുള്ള ബൂത്ത് തലത്തിലുള്ള കണക്കുകൂട്ടലൊക്കെ കേൾക്കുമ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ കണക്കുകളൊക്കെ വെച്ച് താഴെത്തട്ടിൽ നിന്നും കേൾക്കുന്നത് ഒരു മാറ്റിമറിയൽ ഉണ്ടായേക്കാം. ഭൂരിപക്ഷമെങ്കിലും നല്ല രീതിയിൽ പ്രേമചന്ദ്രനെ കുറയ്ക്കാൻ കഴിയുമെന്നാണ്. എന്താണ് കണ്ണന് തോന്നുന്നത്? നമ്മൾ അന്ന് സംസാരിച്ചത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ്. അന്ന് നമ്മൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചിരുന്നു. ആ കാര്യം എന്തായാലും പ്രതീക്ഷിച്ച് ഓർമ്മയുള്ളത് നന്നായി. അത് ഇനി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ബെറ്റിൻ്റെ സമ്മാനം എനിക്ക് തന്നാൽ മതി. താഴെത്തട്ടിലുള്ള ആൾക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും താഴെത്തട്ടിലുള്ള ആൾക്കാരുമായി, അണികളുമായിട്ടൊക്കെ തന്നെ പല ആൾക്കാരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്തും 6% വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രന് കഴിഞ്ഞ തവണ ലഭിച്ച ഒരു വോട്ടിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലേക്ക് പോകില്ല എന്നത് UDF തന്നെ പറയുന്നുണ്ട്. പരമാവധി വോട്ട് ജയിച്ച് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അത് 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരിക്കും ഉണ്ടാവുക. ഏത് തരത്തിലുള്ള ഒരു തരംഗം ഉണ്ടായാലും 1.25 ലക്ഷത്തിനകത്ത് നിൽക്കുന്ന ഒരു ഭൂരിപക്ഷമാവും ഉണ്ടാവുക എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കാര്യം കഴിഞ്ഞ തവണ 1,48,000 വോട്ടുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഇക്കുറി അത്രയും ഉണ്ടാകില്ല എന്ന് UDF തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ LDF-ന്റെ കണക്കുകൂട്ടലുകൾ വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ 3.5 ലക്ഷത്തോളം വോട്ടുകൾ ഇപ്പോഴത്തെ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലിന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതിനുശേഷം വോട്ടർ പട്ടികയിൽ ഏതാണ്ട് 50,000-ഓളം ആൾക്കാരെ LDF ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മുകേഷ് എന്ന് പറയുന്ന താരപരിവേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 1,48,000 എന്നുള്ള വോട്ടിനെ മറികടക്കാൻ സാധിക്കും. പുറത്ത് പറയുന്നത് ഏതാണ്ട് 30,000-ഓളം വോട്ടിന് ജയിക്കുമെന്നാണ്. പക്ഷേ നമ്മൾ പാർട്ടി നേതാക്കന്മാരുമായി ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 10,000 വോട്ടെങ്കിലും ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ 10,000 വോട്ട് എന്ന് ഒരു വിലയിരുത്തലിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം അത് പ്രായോഗികമാണ്, അല്ലെങ്കിൽ അത് എത്ര നമുക്കത് വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കും? 10,000 വോട്ടെന്ന് പറഞ്ഞാൽ ഒരു 5,000 വോട്ട് മാറിയാൽ തന്നെ ജയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. രണ്ടാമത്തെ ഒരു കാര്യം കൃഷ്ണകുമാറിൻ്റെ ഒരു രംഗപ്രവേശമാണ്. കാര്യം കഴിഞ്ഞ തവണ KV സാബു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. KV സാബു ആരാണ് എന്ന് പോലും കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം കൃഷ്ണകുമാർ എന്ന് പറയുന്ന സിനിമാ നടനായിട്ടുള്ള വ്യക്തിയെ ഇവിടേക്ക് ഇറക്കുമ്പോൾ BJP ലക്ഷ്യമിടുന്നത്, BJP പുറമേ ജയിക്കും, സ്റ്റാർ മണ്ഡലമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ BJP-യുടെ ഉന്നത നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പരമാവധി 1.5 ലക്ഷം വോട്ട്, അല്ലെങ്കിൽ പരമാവധി കിട്ടാൻ സാധ്യതയുള്ളൂ 1.5 ലക്ഷം മുതൽ 1,80,000 വരെ വോട്ടുകൾ കൃഷ്ണകുമാർ നേടാം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് 1.5 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമായിരിക്കും കൃഷ്ണകുമാറിന് ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് തന്നെയാണ് നമ്മുടെ ഈ ഫീൽഡിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതിനുശേഷമുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു മേൽക്കൈ ഉള്ളത് NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിറ്റിംഗ് MP തന്നെയാണ്. അതായത് 3ാം തവണയും അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയുള്ളൊരു വിലയിരുത്തലിലാണ് അണികളോടും ഒപ്പം തന്നെ സാധാരണക്കാരോടും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വികാരമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് കൊല്ലമായതുകൊണ്ട് തന്നെ അട്ടിമറികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. ഞാനും ആകാംക്ഷയിലാണ്, പ്രതീക്ഷിച്ച പോലെ ഞാനും വലിയ ആകാംക്ഷ തന്നെയാണ്. എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പോഴും മനസ്സിലുണ്ട്. കാര്യം ഓരോ സമയങ്ങളിലും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ നമുക്കെല്ലാം ഉണ്ടാകാറുണ്ട്.
അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ പാർട്ടി പ്രവർത്തകരോട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി വീക്ഷിക്കുന്ന ആൾക്കാരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഒരു കൊല്ലം മണ്ഡലം ഒരു മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല പലതരത്തിലുള്ള എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് പോലും ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം LDF ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം. കാരണം സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാവുന്ന പോലെ സമയം ഇനി അധികം ഇല്ല.